ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി വളരെ ദേഷ്യമാവാണ് കേട്ടോ പത്മയ്ക്ക് നന്ദിനിയോട്. കാരണം നന്ദിനി ഒന്നിനും പോരാത്തവളാണെന്ന് പറഞ്ഞിട്ട് പത്മ ഒരുപാട് നന്ദിനിയെ അപമാനിക്കുകയാണല്ലോ. ആ ഇരിക്കുമ്പോഴാണല്ലോ നന്ദിനി CEO ആയി മാറുന്നത്. അങ്ങനെ ഈ CEO ആയി മാറുമ്പോൾ നന്ദിനി അവിടെയും തോറ്റുപോകും എന്നാണ് കേട്ടോ പത്മയുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഒരു പ്രാവശ്യം നന്ദിനി ഈ ഒരു കുക്കർ എന്ന് പറഞ്ഞിട്ട് അതിൽ മണ്ണ് കൊണ്ടുള്ള കുക്കർ എന്ന് പറഞ്ഞിട്ട് അതിൽ വിജയം കണ്ടെത്തിയതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ സമയം എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ മക്കളായ ഇന്ദ്രജയും വേദയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ മമ്മിക്ക് അവൾ CEO ആയിരിക്കുമ്പോൾ മമ്മിക്ക് പ്രശ്നമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനമാണ് കേട്ടോ ഇവിടെ പത്മ പറയുന്നത്. അപ്പം അതിനൊരു കാരണവുമുണ്ട്. ഇംഗ്ലീഷ് അറിയാത്ത നന്ദിനെ അവിടെ വെച്ച് അപമാനിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പത്മ ചെയ്യാണ്. സൂര്യക്ക് അവിടെ ഇരിക്കാൻ പാടില്ലെന്നും ആരും ഹെൽപ്പായി ഇംഗ്ലീഷിൽ തന്നെ സംസാരം തുടരണമെന്നും അത് എന്തെന്ന് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പാടില്ലെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആകെ ടെൻഷനായി പോവുകയാണ് ഈ പറയുന്ന നന്ദിനി. അങ്ങനെ നന്ദിനിക്ക് ഇവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിലിരിക്കുന്ന ഓരോ മെമ്പേഴ്സും ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോഴും നന്ദിനി അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. അപ്പോഴാണ് കേട്ടോ പത്മ പറയുന്നത്, എന്താ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ ഇപ്പോഴത്തെ സിഒക്ക് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഇതേ സമയം യതീന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അതെ, നിൻ്റെ ഭാര്യയെ CEO ആക്കുമ്പോൾ അവളെ ഇത്രയും ആളുകൾക്ക് മുന്നിൽ അപമാനിക്കുന്ന ഒരു കാര്യം നീ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. നിൻ്റെ അമ്മ പുറത്താക്കിയപ്പോൾ ഇവൾ സംസാരിക്കുന്നതിന് അത് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ ഒരാളവിടെ നിർത്താനോ അതല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചടി കൊടുക്കാനോ എന്തെങ്കിലും ഒന്ന് നിന്നെക്കൊണ്ട് കഴിയണം. ഇത്രയും ആളുകളുടെ മുന്നിൽ നന്ദിനി നാണം കെട്ടിയിരിക്കുകയാണെന്ന് പറയണേ. ഇത് കേൾക്കുന്ന സൂര്യക്കങ്ങ് കാലി കയറുകയാണ്. സൂര്യ പിന്നെ ഒന്നും നോക്കില്ല, ദേഷ്യത്തോടു കൂടി സൂര്യ നേരെ പോവുകയാണ് ഈ പറയുന്ന പത്മയുടെ റൂമിലോട്ട്. അപ്പം മീറ്റിംഗ് അവിടെ തുടരുകയാണ്. ഇപ്പോഴത്തെ സിഒക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ കളിയാക്കുന്ന സംസാരമാണ് പത്മ സംസാരിക്കുന്നത്. അപ്പോഴേക്കും സൂര്യ കയറി വന്നിട്ട് പറയാണ്, അല്ല നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഇതിലിരിക്കുന്ന എത്ര പേരുടെ അച്ഛനമ്മമാർക്ക് ഇംഗ്ലീഷ് അറിയാം, സഹോദരങ്ങൾക്ക് മക്കൾക്ക് അറിയാം. നിങ്ങൾ ഓരോ പദവിയിലോട്ട് കയറുമ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പഠിച്ചെടുത്തതല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പേഴ്സും കയറി വരുമ്പോൾ മലയാളം മാത്രം അറിഞ്ഞവർ ഇവിടെ നിന്നും ഭാഷ പിന്നീട് സംസാരിക്കേണ്ടി വരുമ്പോൾ അവർ പഠിച്ചെടുത്തതല്ലേ. അല്ല എന്ന് ആർക്ക് കൈവച്ച് പറയാൻ പറ്റും? അത് കേൾക്കുന്നതിനോട് കൂടി എല്ലാവരും അങ്ങ് ചമ്മി പോവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അതെ ഞാൻ ഒരു ചാക്ക് നെല്ല് തന്നിട്ട് നിങ്ങളോട് അത് എത്ര ഏക്കർ ഭൂമിയിൽ അത് വിതക്കാമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പം അതിലാരും അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി അതിനൊരു മറുപടി നീ കൊടുത്തേ. അപ്പം നന്ദിനി ഇതിനൊരു മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി അതിനൊരു മറുപടി കൊടുക്കുമ്പോൾ തന്നെ ഇതാണ് നന്ദിനിക്ക് ഭാഷയാണ് അറിയാത്തുള്ളൂ, ലാംഗ്വേജ്. അവൾ ജനിച്ചത് മലയാളം എന്ന് പറയുന്ന ആ ഭാഷയിലൂടെയാണ്. അതായത് നമ്മുടെ ഭാഷ, മാതൃഭാഷ മലയാളമാണ്. നിങ്ങളുടേതും അത് തന്നെയാണ്. അല്ലാതെ ഇവിടെ ഇരിക്കുന്നവരൊന്നും സായിപ്പന്മാരല്ലല്ലോ. ഇവിടെയുള്ളവരാരെങ്കിലും ഞാൻ സായിപ്പന്മാരെ ആരെങ്കിലും ഇന്ത്യ കമ്പനിയിൽ പണിക്ക് വെച്ചിട്ടില്ലല്ലോ. ഇവിടെയുള്ളവരെല്ലാം ജനിച്ച് വീണത് ഈ കേരളം എന്ന ഭൂമിയിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം തന്നെ അറിയാം. അതിന് ശേഷം പിന്നീട് നിങ്ങൾ ഓരോരോ സാഹചര്യത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചതായിരിക്കാം. അതുകൊണ്ട് എൻ്റെ നന്ദിനിയെ കൊച്ചാക്കാനോ നിങ്ങൾക്ക് ഒന്നിനും യാതൊരുവിധ അർഹതയില്ല. ഇവിടെ എന്ത് നടക്കുന്നു നിങ്ങൾ അവളോട് ഇംഗ്ലീഷിൽ ചോദിച്ച് മലയാളത്തിൽ ചോദിച്ച് നോക്ക്, അതിനുള്ള മറുപടി നന്ദിനി പറയുമെന്ന് പറയാം കേട്ടോ. ഇതേ സമയം പത്മാകെ നാണം കെടുകയാണ്. ഇവരൊക്കെ തല താത്തി നിൽക്കുകയാണ്. എന്നിട്ട് സൂര്യ പറയണേ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എൻ്റെ ഭാര്യയെ എന്തും പറയാം എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ഈ കമ്പനിയെ സിഒനെ നിങ്ങൾക്ക് തരം താഴ്ത്തി സംസാരിക്കാനുള്ള യാതൊരുവിധ അവകാശവുമില്ല. ഒരാൾ ഒന്ന് പറയുമെങ്കിൽ ഒരാൾ മറുപടിയായി എന്ത് പറയണം? നമ്മുടെ ജോലിയാണ്, അവർക്കത് അറിയില്ല, അത് കൈകാര്യം ചെയ്യണം എന്നുള്ള ലെവലിൽ. എൻ്റെ അമ്മ എന്ന് പറയുന്നവർക്ക് അവർ പണത്തിൻ്റെ മുകളിൽ മാത്രം ജീവിക്കുന്നവരാണ്. അവരുടെ വിചാരം ഈ പണം എന്ന് പറയുന്നത് ഭൂമിയിലോട്ട് വരുമ്പോൾ തന്നെ അവർ പണം കൊണ്ടാണ് വന്നത് എന്നാണ്. പക്ഷെ അവരുടെ സാഹചര്യം, അവരുടെ പൂർവ്വകാല ചരിത്രം എന്തെന്ന് അവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആരും ഭൂമിയിലോട്ട് വരുമ്പോൾ ആരും എല്ലാം തികഞ്ഞിട്ട് വന്നവരാരുമില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഭാര്യയെ ഇനി മേലാൽ നിങ്ങളിങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, അതായത് ലാംഗ്വേജിൻ്റെ പേരിൽ നിങ്ങൾ കളിയാക്കിയെങ്കിൽ എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് മുന്നിൽ ഒരു IAS-കാരിയാക്കി ഞാൻ നിർത്തും. അതെൻ്റെ വാശിയാണത്, നിങ്ങൾ കണ്ടു. അതിന് ഏതാനും നിമിഷങ്ങൾ എന്ന പോലെ തന്നെ ഞാൻ ഏതാനും നിമിഷങ്ങൾ എന്ന് പറയും പോലെ തന്നെ എൻ്റെ ഭാര്യയെ ഞാൻ അതാക്കുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി ആകെ പകച്ചു പോവാണ്. ഈ സൂര്യ സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈശ്വര, ഓരോരുത്തർ താൻ തോൽക്കപ്പെടുമ്പോൾ അതുക്കും മേലെയുള്ള വാക്കുകളാണല്ലോ ഈ സാറ് പറയുന്നത്. അത് കേൾക്കുന്ന യതീന്ദ്രൻ ആദ്യം കൈയെടുക്കും, പിന്നീട് വിവേകും കൈയടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന മെമ്പേഴ്സ് മൊത്തത്തിൽ കൈയടിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസക്കുറവേ ഉള്ളൂ, പക്ഷേ CO ആയിരിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. അവൾക്ക് ലാംഗ്വേജ് പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ക്ലിയർ ചെയ്യും, അത് ഞാൻ ശരിയാക്കും. അവളെ ഞാൻ ഇംഗ്ലീഷ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പറയുന്നതിനേക്കാൾ സായിപ്പ് പോലും ഞെട്ടുന്ന ആ തരത്തിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ നന്ദിനിയെ കൊണ്ടുവരും. മാത്രമല്ല അവളുടെ മുന്നിൽ അല്ല, ഇപ്പോൾ ഒരു CO ആയിട്ടല്ലേ അവളെ ഞാൻ ഇരുത്തിയതല്ലേ, പക്ഷേ ജനങ്ങളെല്ലാം നന്ദിനിയുടെ മുന്നിലോട്ട് വരുന്ന അങ്ങനെയുള്ള ഒരു IAS-കാരിയാക്കി ഞാൻ മാറ്റുമെന്ന് പറയുമ്പോൾ പത്മ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈ സമയം അവൻ അതൊക്കെ പറയുന്നത് വെറുതെ എന്നോടുള്ള വാശിക്ക് വരാം, എവിടെ നിന്ന് നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ, ഇതൊന്നും നടക്കില്ല എന്നിങ്ങനെ ചിന്തിച്ച് പോവാണ്. അങ്ങനെ ഈ സമയം സൂര്യ വീട്ടിലെത്തുകയാണ്. സൂര്യ വീട്ടിലെത്തി നന്ദിനിയെ പഠിപ്പിക്കാൻ ഒരു സാറിനെ അവിടോട്ട് വിളിക്കുകയാണ്. എന്നാൽ ഈ സമയം ഒരു സാർ അവിടെ എത്തുമ്പോൾ പത്മ അവിടെയും പത്മയുടെ കളി നടത്തുകയാണ്. അയാൾ അവിടെ കയറാൻ പാടില്ല, അയാളോട് മര്യാദക്ക് പോകണം, അയാൾക്ക് തക്കതായ ശിക്ഷയും കൊടുത്ത് അവിടെ നിന്ന് ആട്ടി ഓടിക്കും. അങ്ങനെ ഒരു സാറുമാരും നന്ദിനിയെ പഠിപ്പിക്കാൻ ആ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഈ സമയം സൂര്യ എല്ലാവരെയും വെല്ലുവിളിപ്പിച്ചും കൊണ്ട് സൂര്യ അടുത്ത പണി നോക്കും. ഈ വീട്ടിലല്ലേ ഈ നന്ദിനിയെ പഠിപ്പിക്കാൻ ആളെ വരാൻ പറ്റാത്തുള്ളൂ, എന്നാൽ എല്ലാവരും കേൾക്കിയ വിധത്തിൽ നന്ദിനി ഈ വീട്ടിൽ വെച്ച് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, അത് കാണാം എന്നിങ്ങനെ പത്മയും പറയാണ്. എന്നാൽ അത് കാണിക്കുമെന്നുള്ള വീറും വാശിയോടും തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പതിവ് പോലെ നന്ദിനി നിനക്ക് ക്ലാസ് തുടങ്ങി, പെട്ടെന്ന് വായോ. അപ്പോഴേക്കും രാജു നന്ദിനി ഒറ്റയ്ക്ക് പഠിക്കാനിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഈ വീട്ടിലെ ആരൊക്കെ സെർവൻ്റ് ആയുണ്ടോ രാജുവും നന്ദിനിയാണല്ലോ ഇപ്പോൾ ഇവിടെ വേലക്കാരി എന്ന് പറയുന്ന പുച്ഛിക്കുന്നത്. പക്ഷേ ഇനി അവർ വേലക്കാരിയല്ല, ഈ വീട്ടിലെ ആളുകളാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാലേ ഇംഗ്ലീഷ് അറിഞ്ഞെങ്കിലേ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നെങ്കിൽ രാജുവും കൂടി ഇംഗ്ലീഷ് പഠിക്കട്ടെ. അപ്പോൾ രാജു പറയണേ എനിക്ക് നല്ല ഇഷ്ടമാണ് പഠിക്കാൻ, എന്നാ വാ പുസ്തകം സ്ലേറ്റും പേനയൊക്കെ എടുത്ത് വാ എന്ന് പറഞ്ഞ് ഹോളിൽ കൊടുന്ന് ഇരുത്താണ്. അപ്പോൾ ഇന്ദ്രജി പറയും, മമ്മി എവിടുന്ന് ആരിങ്ങോട്ടേക്ക് കയറാനാ, മമ്മി അതിന് സമ്മതിക്കില്ലല്ലോ, ആരും ഇവിടെ പഠിപ്പിക്കാൻ സാറായി വരില്ലല്ലോ, ഇനിയിപ്പോൾ സൂര്യ ആയിരിക്കുമോ, അവനൊന്നും ആവില്ല എന്നിങ്ങനെ പറയാണ്. ആ സമയം കാണാം ഇവിടെ റിമോട്ട് എടുത്ത് വരുന്ന സൂര്യയെ കാണുന്ന കേട്ടോ. അങ്ങനെ റിമോട്ട് എടുത്ത് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കിക്കോളൂ, അവിടെ എത്തും, ഇപ്പോൾ എത്തും നിങ്ങളുടെ സാറ് എന്ന് പറയുന്നത് കേട്ടോ. ആ സമയം ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഏത് സാറ് എന്ത് സാറ് എന്നറിയാതെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. എൻ്റെ ഉമ്മറപ്പടിയിലൂടെ അവരൊന്ന് കയറി വരുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നുള്ള ഭാവത്തിൽ പത്മ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൗണ്ട് കേൾക്കാൻ കേട്ടോ. അപ്പോൾ വിജയ് പറയണ, അയ്യോ അന്ന് വന്ന സാറിൻ്റെ സൗണ്ടാണല്ലോ, അയാളിപ്പോൾ എങ്ങനെ ഈ വീട്ടിനുള്ളിൽ കയറിപ്പറ്റി? അപ്പോഴേക്കും പത്മ പറയണേ, എന്നാൽ നിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം, ഇതുവരെ നീ എൻ്റെ മരുമകനായിട്ട് പല തെറ്റുകളും ചെയ്തു, പക്ഷേ ഈ തെറ്റ് ഞാൻ പൊറുക്കില്ല. അവനെ ഈ വീടിനുള്ളിൽ എങ്ങനെ കയറിപ്പറ്റിയെന്ന് നിന്നെയും എൻ്റെ മകളോട് നോക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ കാണാം TV ഇയാൾ വരുന്ന കേട്ടോ. ഇയാൾ ലൈവായി TV വരികയാണ്. സുമ ആപ്പിലൂടെ അയാൾ വന്നിരിക്കുകയാണ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയം ഇവരെല്ലാവരും TV നോക്കുകയാണ്. അപ്പോൾ നന്ദിനി ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. രാജു ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, സൂര്യ സാറിനോട് ആ കളി, ഇവരൊക്കെ തോൽക്കുന്നത് കണ്ടോളാം. അപ്പോഴേക്കും സൂര്യ പറയണേ, സാർ ഈ വീട്ടിലോട്ട് വരുന്നതിനല്ലേ സാറിന് പ്രശ്നമുള്ളൂ, സാറിൻ്റെ വീട്ടിൽ തന്നെയല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്? അതെ, ഞാൻ എൻ്റെ വീട്ടിൽ, എന്നാൽ ഇനി ആ വീട്ടിലിരുന്നിട്ട് സാർ എൻ്റെ ഭാര്യയെയും ഈ ഇരിക്കുന്ന രാജുവേട്ടനെയും ഒന്ന് പഠിപ്പിക്കണം കേട്ടോ എന്ന് പറയണേ. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയണേ. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇത് കണ്ട് യതീന്ദ്രൻ പൊട്ടിച്ചിരിക്കുകയാണ്. യതീന്ദ്രനെ ചിരി നിർത്താൻ കഴിയുന്നില്ല. എന്നാലും എൻ്റെ മോനെ, ഇനി നിൻ്റെ മമ്മിയെ ഇത്രമാത്രം തോൽപ്പിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഇതൊരു തുടക്കമല്ലേ ആയിട്ടുള്ളൂ, അവരെൻ്റെ ഭാര്യയെ പുച്ഛിക്കുന്നെങ്കിൽ ആദ്യം എൻ്റെ ഭാര്യ ഡിഗ്രിയും ഡിപ്ലോമയും അതുപോലെ തന്നെ എല്ലാതും ഞാൻ അവൾക്ക് എടുത്ത്
എടുത്ത് തന്നെ ഞാൻ അവളെ ഒരു IAS കാരിയാക്കി അവർ എൻ്റെ ഭാര്യയ്ക്ക് മുന്നിൽ കെഞ്ചി നിൽക്കുന്ന ഒരു സീന് ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു സീനാണ് നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത് കേട്ടോ.